നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് റിക്വയർമെൻറ്റ് എലിസിറ്റേഷൻ ആണ്. റിക്വയർമെൻറ്റ് എലിസിറ്റേഷൻ അല്ലെങ്കിൽ റിക്വയർമെൻറ്റ് ഗ്യാതറിംഗ് എന്നൊക്കെ പറയും കേട്ടോ. അപ്പം നമ്മൾ ഓൾറെഡി നമ്മൾ റിക്വയർമെൻറ്റ് എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു സ്റ്റെപ്പായിട്ട് ഓൾറെഡി കണ്ടതാണ് അല്ലേ, എലിസിറ്റേഷൻ. സെയിം അത് തന്നെയാണ്, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് മാത്രം. ഓക്കെ, സോ നമുക്ക് നോക്കാം. The aims of the requirement elicitation process are to understand the work that stakeholders do and how they might use a new system to help support that work. അപ്പോൾ എന്താണ്, സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണല്ലോ ഈ നമ്മുടെ സിസ്റ്റം യൂസ് ചെയ്യാൻ പോകുന്ന ആൾക്കാർ. അപ്പോൾ അവർക്ക് എന്ത് ടൈപ്പ് ഓഫ് വർക്കാണ് അവർ ചെയ്യുന്നത്, ആ എന്ത് ടൈപ്പ് ഓഫ് വർക്കിന് ആവശ്യമായിട്ടാണ് നമ്മൾ ഈ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നത്, ആൻഡ് എങ്ങനെയാണ് ഇത് അവർക്ക് ഹെൽപ്ഫുൾ ആവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയാണ് നമ്മൾ റിക്വയർമെൻറ്റ് എലിസിറ്റേഷനിൽ ചെയ്യുന്നത്. ഓക്കെ, സോ ഡ്യൂറിങ് റിക്വയർമെൻറ്റ് എലിസിറ്റേഷൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് വർക്ക് വിത്ത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ടു ഫൈൻഡ് അബൌട്ട് the application domain, work activities, the services and system features that stakeholders want, the required performance of the system, hardware constraints and so on. അപ്പോൾ ഇതിൽ എന്താ ചെയ്യുന്നത്, ഈ നമ്മളെ ഡെവലപ്പേഴ്സ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അവരെ വർക്ക് എന്തൊക്കെയാണ്, എന്ത് ടൈപ്പ് ഓഫ് സർവീസാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്ന, അവർക്ക് വേണ്ടി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്ന ഈ ഒരു സിസ്റ്റം എന്തൊക്കെ സർവീസസ് പ്രൊവൈഡ് ചെയ്യണം, ദെൻ എത്ര പെർഫോമൻസ് എങ്ങനെയാണ് വേണ്ടത്, ഭയങ്കര ഹൈ പെർഫോമൻസ് വേണ്ട ഒരു സിസ്റ്റമാണോ, അതുപോലെ എന്തൊക്കെ ഹാർഡ്വെയർ കൺസ്ട്രെയിൻസ് അവർക്ക്, എന്തൊക്കെ ഹാർഡ്വെയർസാണ് അവർക്ക് ഉള്ളത്, അങ്ങനെയല്ലേ. കൺസ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ലിമിറ്റേഷൻ ഉണ്ടാവും അല്ലേ, എല്ലാം ഇത് അവരുടെ അടുത്ത് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അവരുടെ അടുത്തുള്ള ഹാർഡ്വെയർ കൺസ്ട്രെയിൻസ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഡെവലപ്പേഴ്സ് എന്താ ചെയ്യുന്നത്, സ്റ്റേക്ക് ഹോൾഡേഴ്സായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അതൊക്കെ മനസ്സിലാക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, eliciting and understanding requirements from system stakeholders is a difficult process for several reasons. എന്തൊക്കെയാണ് നോക്കാം. Stakeholders often don't know what they want from a computer system except in the most general terms. They may find it difficult to articulate what they want the system to do. They may make unrealistic demands because they don't know what is and isn't feasible. അപ്പോൾ എന്താണ്, ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും ഈ കമ്പ്യൂട്ടർ നോളേജ് ഉണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ ഈ കമ്പ്യൂട്ടർ എങ്ങനെയാണ് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും അറിയണമെന്നില്ല. അപ്പോൾ അവരുടെ അടുത്ത് റിക്വയർമെൻറ്റ്സ് കളക്ട് ചെയ്യുമ്പം അവർ പറയുന്ന പല റിക്വയർമെൻറ്റ്സും ഫീസിബിൾ അല്ലാത്ത കുറേ റിക്വയർമെൻറ്റ്സ് ആയിരിക്കും അല്ലേ, അവർക്ക് നടക്കാൻ പറ്റാത്ത, അവരെ ഒരു ഇതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങളൊക്കെ ആയിരിക്കും അവർ പറയുന്നത്, അല്ലെങ്കിൽ ഈവൻ ഈ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പല കാര്യങ്ങളായിരിക്കും പറയാം. ഇതൊക്കെ പറയാനുള്ള കാരണം ബിക്കോസ് ദേ വിൽ ബി അൺഅവെയർ ഓഫ് ദി കമ്പ്യൂട്ടർ സിസ്റ്റം, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സർവീസസ്, എന്തൊക്കെ സർവീസ് ചെയ്യാൻ പറ്റുന്നതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയില്ലാത്ത, ഇപ്പോൾ ചില ആൾക്കാരില്ലേ പക്കാ ബിസിനസ് പീപ്പിളാണെന്ന് വിചാരിക്കുക, അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ഇംപ്ലിമെൻറ്റ് ചെയ്യണം, അപ്പോൾ അവർക്ക് കമ്പ്യൂട്ടറിനെ കുറിച്ച് ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ, അപ്പോൾ അവർ പറയുന്ന പല കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണമെന്നില്ല, നമ്മുടെ സിസ്റ്റത്തിൽ പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാവണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഒന്ന് ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് നമ്മളെ റിക്വയർമെൻറ്റ്സ് കളക്ട് ചെയ്യുമ്പോൾ അവിടെ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണത്. രണ്ടാമത്, സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻ a system naturally express requirements in their own terms and with implicit knowledge of their own work. Requirement engineers without experience in the customer domain may not understand their requirement. രണ്ടാമത്തെ പ്രശ്നം എന്താ വെച്ചാൽ, ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സ് അവരുടെ ഒരു നാച്ചുറൽ ലാംഗ്വേജ്, അപ്പോൾ അവരുടെ ബിസിനസ്സിൻ്റെ ഭാഷയിലായിരിക്കും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടാവുക. അപ്പോൾ എന്താ വെച്ചാൽ ഈ നമ്മൾ ഡെവലപ്പേഴ്സ്, അല്ലെങ്കിൽ നമ്മൾ റിക്വയർമെൻറ്റ് എഞ്ചിനീയേഴ്സ് പറഞ്ഞ ഡെവലപ്പേഴ്സാണ്. അപ്പോൾ അവർക്ക് എന്താ അറിയുക, അവർക്ക് ഒരു പക്ഷേ കമ്പ്യൂട്ടർ നോളജ് മാത്രമേ ഉണ്ടാവുള്ളായിരിക്കും. അവർക്ക് ഇങ്ങനെയുള്ള ബിസിനസ്സിൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ ബിസിനസ് ടേംസോ അല്ലെങ്കിൽ ബിസിനസ് ആക്ടിവിറ്റീസോ ഒക്കെ അറിയാത്ത ആൾക്കാരാണെങ്കിൽ അവിടെ എന്തുണ്ടാവും, കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ഉണ്ടാവും അല്ലേ. കാരണം ഈ റിക്വയർമെൻറ്റ് എഞ്ചിനീയേഴ്സ് എന്തറിയില്ല, നമ്മുടെ അല്ലെങ്കിൽ അവരുടെ ബിസിനസ് കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ എന്തുണ്ടാവുക, അവിടെയും കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ വരുന്നത് വെച്ചാൽ ഡിഫറെൻറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് വിത്ത് ഡൈവേഴ്സ് റിക്വയർമെൻറ്റ് മേ എക്സ്പ്രസ് ദെയർ റിക്വയർമെൻറ്റ്സ് ഇൻ ഡിഫറെൻറ്റ് വേസ്. റിക്വയർമെൻറ്റ് എഞ്ചിനീയേഴ്സ് ഹാവ് ടു ഡിസ്കവർ ഓൾ പൊട്ടൻഷ്യൽ സോഴ്സസ് ഓഫ് റിക്വയർമെൻറ്റ് ആൻഡ് ഡിസ്കവർ കോമണാലിറ്റീസ് ആൻഡ് കോൺഫ്ലിക്ട്സ്. അപ്പോൾ എന്താ, ഇപ്പോൾ ഒരുപാട് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക, ഈ ഒരു സിസ്റ്റം യൂസ് ചെയ്യുന്ന ഒരുപാട് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അവരുടെ അടുത്ത് നിന്നൊക്കെ റിക്വയർമെൻറ്റ് കളക്ട് ചെയ്യുമ്പം പലരും പല കാര്യങ്ങളും പല രീതിയിലൊക്കെ ആയിരിക്കും പറയുന്നുണ്ടാവുക അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ ഉണ്ടാവുക വെച്ചാൽ, അവർ പറഞ്ഞതിൽ കുറേ
കോമൺ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടാവും, കോൺഫ്ലിക്റ്റ് ആയിട്ട് വരുന്ന കുറേ. ഒരാളിത് വേണമെന്ന് പറയുന്നതിന് നേരെ റിവേഴ്സ് ആയിട്ടുള്ള കാര്യമായിരിക്കും അടുത്ത സ്റ്റേക്ക് ഹോൾഡർ പറയുന്നുണ്ടാവുക. അപ്പോൾ കുറേ കോൺഫ്ലിക്ട്സും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കോമണാലിറ്റീസ് അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, കോൺഫ്ലിക്ട്സ് എന്തൊക്കെയാണ് ഉണ്ടാവുന്നത്, അതായത് ഇവരുടെ ഇടയിലുള്ള റിക്വയർമെൻറ്റ്സിലെ കോൺഫ്ലിക്ട്സ് എന്തൊക്കെയാണ് വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ റിക്വയർമെൻറ്റ് എഞ്ചിനീയറായി ഐഡൻറ്റിഫൈ ചെയ്തെടുക്കണം. അതും ഒരു ബിഗ് പ്രോബ്ലമാണ്. ദെൻ political factors may influence the requirement of a system. Managers may demand specific system requirement because these will allow them to increase their influence in the organization. അതുപോലെ പൊളിറ്റിക്കൽ ഫാക്ടേഴ്സും ഇതിൽ ഇൻഫ്ലുവൻസ് ചെയ്യും. ഈ റിക്വയർമെൻറ്റ് സിസ്റ്റത്തിൻ്റെ റിക്വയർമെൻറ്റ് എലിസിറ്റേഷനിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ്. മാനേജേഴ്സിന് എന്താണ്, മാനേജേഴ്സിന് ഈ സിസ്റ്റത്തിൻ്റെ റിക്വയർമെൻറ്റ്സ് കുറേ ഉണ്ടാവും. കാരണം അവരുടേതായിട്ടുള്ള കുറേ കാര്യങ്ങൾ മാനേജറിൻ്റെ വക പറയാനുണ്ടാവും. അവർക്ക് അതിലൊരു ഇൻഫ്ലുവൻസ് അവർക്ക് ഇൻഫ്ലുവൻസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് അവരെ ഇതുവഴി കുറേ റിക്വയർമെൻറ്റ്സ് ഒക്കെ ഇതിൽ തരുന്നുണ്ടാവും എക്സ്ട്രാ. പിന്നെ അതുകൂടാണ്ട് ലാസ്റ്റ് ഒരു ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ദ എക്കണോമിക് ആൻഡ് ബിസിനസ് എൻവയൺമെൻറ്റ് ഇൻ വിച്ച് ദ അനാലിസിസ് ടേക്സ് പ്ലേസസ് ഡൈനാമിക്. ഇറ്റ് ഇൻഎവിറ്റബിളി ചേഞ്ച് ഡ്യൂറിങ് ദ അനാലിസിസ് പ്രോസസ്സ്. അപ്പോൾ എന്താണ്, നമ്മളെ ഈ ഒരു സ്ഥലം അല്ലെങ്കിൽ ഈ ബിസിനസ്സിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്, ബിസിനസ് എൻവയൺമെൻറ്റ് എന്ന് പറയുന്നത്, അതുപോലെ തന്നെ അവരെ എക്കണോമിക്, അതായത് ചിലപ്പം സ്റ്റാർട്ടിങ് സ്റ്റേജ് ആണെങ്കിൽ അധികം ബഡ്ജറ്റൊന്നും ഇല്ലാണ്ട് തുടങ്ങിയ സംഭവമായിരിക്കും. കുറച്ചപ്പോൾ അവർക്ക് പൈസ വന്നപ്പോൾ അവർ വലുത് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ടാവും. തിരിച്ചു ആവാം, ആദ്യം ഭയങ്കര ഇതൊക്കെ ഉള്ള ടീമായിരിക്കും, പക്ഷെ അവർ ഈ അനാലിസിസ് ഒക്കെ ചെയ്ത് വരുമ്പോഴേക്കും അവർക്ക് അത്ര പോരാ, അപ്പോൾ അത്ര റിക്വയർമെൻറ്റ് വേണ്ട എന്നൊക്കെ വന്നിട്ട് അങ്ങനെ ചേഞ്ചസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. റിക്വയർമെൻറ്റ്സ് എപ്പോഴും മറിയാനുള്ള ചാൻസസ് ഉണ്ട്. ഇങ്ങനെയുള്ള എക്കണോമിക് ആൻഡ് ബിസിനസ് എൻവയൺമെൻറ്റ് ഡൈനാമിക് ആയതുകൊണ്ട്, അതായത് ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ റിക്വയർമെൻറ്റ്സും എപ്പോഴും ചേഞ്ച് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതും ഇവിടെ ഒരു പ്രോബ്ലമാണ്. അപ്പോൾ ഈ റിക്വയർമെൻറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സും റിക്വയർമെൻറ്റ് എഞ്ചിനീയേഴ്സും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പം അവിടെ ഉണ്ടാവുന്ന കുറച്ച് ഡിഫിക്കൽട്ടീസാണ് ഈ പറഞ്ഞിട്ടുള്ള 5 ഡിഫിക്കൽട്ടീസ്. ഓക്കെ, ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ ഒരു ഫിഗർ നോക്കുക. ഈ ഒരു ഫിഗർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ദ റിക്വയർമെൻറ്റ് എലിസിറ്റേഷൻ ആൻഡ് അനാലിസിസ് പ്രോസസ്സാണ്. റിക്വയർമെൻറ്റ് എലിസിറ്റേഷൻ ആൻഡ് അനാലിസിസ് പ്രോസസ്സിൽ നടക്കുന്ന 4 ആക്ടിവിറ്റീസാണ് പറയുന്നത്. ഫസ്റ്റ് എന്താണ്ടാവുക, റിക്വയർമെൻറ്റ് ഡിസ്കവറി ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. എന്താണ് റിക്വയർമെൻറ്റ് എന്നുള്ളത് കണ്ടുപിടിക്കും, അത് മനസ്സിലാക്കും. സെക്കൻഡ് ഇസ് റിക്വയർമെൻറ്റ് ക്ലാസിഫിക്കേഷൻ ഓർഗനൈസേഷൻ. കുറേ റിക്വയർമെൻറ്റ്സ് കിട്ടി, ഇനിയിപ്പോൾ അതിനെ ക്ലാസിഫൈ ചെയ്യും, ഓരോ കാറ്റഗറീസ് ആയിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്യും, അതിനെ ഓർഗനൈസ് ചെയ്യും. അത് കഴിഞ്ഞ് എന്താ ചെയ്യുന്നത്, ഇത് ക്ലാസിഫൈ ചെയ്തു. നെക്സ്റ്റ് വി ഹാവ് ടു പ്രയോറിറ്റൈസ്. അതിന് ചില റിക്വയർമെൻറ്റ് ഹൈ പ്രയോറിറ്റി ഉള്ളതായിരിക്കും, ചിലത് അത്ര പ്രയോറിറ്റി ഇല്ലാത്തതായിരിക്കും. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് റിക്വയർമെൻറ്റ്സ് എന്താ ചെയ്യുന്ന, റിക്വയർമെൻറ്റ് പ്രയോറിറ്റൈസേഷൻ ആൻഡ് നെഗോസിയേഷൻ നമ്മൾ ഓൾറെഡി കണ്ടതാണ്, ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. കാരണം ചില ആൾക്കാർ ഭയങ്കര റിക്വയർമെൻറ്റ്സ് പറയും, പക്ഷേ അതൊക്കെ നമുക്ക് ഈ ഒരു സിസ്റ്റത്തിൽ, ഈ ഒരു ബഡ്ജറ്റിൽ അവർക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പം ഇവരെന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടേക്കും പറഞ്ഞിട്ട് ഒരു ഒത്തുതീർപ്പിലെത്തും. അതിനാണ് നെഗോസിയേറ്റ് ചെയ്യാന്ന് പറയുന്നത് കേട്ടോ. ആൻഡ് ഫൈനലി റിക്വയർമെൻറ്റ് ഡോക്യുമെൻറ്റേഷൻ. അപ്പോൾ റിക്വയർമെൻറ്റ്സ് എല്ലാം കിട്ടി, എല്ലാമായി പ്രയോറിറ്റൈസ് ചെയ്ത് നെഗോഷിയേറ്റ് ചെയ്തൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെന്ത് ചെയ്യണം, ഈ റിക്വയർമെൻറ്റ് ഒരു ഡോക്യുമെൻ്റ് ആക്കി വെക്കും. അതിനെയാണ് നമ്മൾ SRS എന്ന് പറയുക കേട്ടോ. നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് വരുന്നുണ്ട്. SRS ആണ് ഇതിൻ്റെ ഒരു ഔട്ട്പുട്ടായിട്ട് വരുന്നത്, അല്ലെങ്കിൽ റിക്വയർമെൻറ്റ് ഡോക്യുമെൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SRS ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് റിക്വയർമെൻറ്റ് എലിസിറ്റേഷൻ ആൻഡ് അനാലിസിസിൽ നടക്കുന്ന 4 പ്രോസസ്സുകൾ. അപ്പം നമ്മൾ കണ്ടല്ലോ 4 ആക്ടിവിറ്റീസ്. ഈ ഓരോ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. First one is requirement discovery and understanding. This is the process of interacting with stakeholders of the system to discover their requirements. അവരുടെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിനാണ് എന്ത് പറയുക, റിക്വയർമെൻറ്റ് ഡിസ്കവറി ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത്. Then domain requirements from stakeholders and documentation are also discovered during the activity. എന്തൊക്കെയാണ് അവർക്ക് വേണ്ടതെന്നും എന്തൊക്കെ ഡോക്യുമെൻറ്റേഷൻ വേണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു സ്റ്റേജിലാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ക്ലിയർ? രണ്ടാമത്തെ പ്രോസസ്സാണ് റിക്വയർമെൻറ്റ് ക്ലാസിഫിക്കേഷൻ ആൻഡ് ഓർഗനൈസേഷൻ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ എന്താണ്, റിക്വയർമെൻറ്റ്സ് ഒക്കെ കളക്ട് ചെയ്ത് കഴിഞ്ഞു അല്ലേ, അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് വി ഹാവ് ടു ക്ലാസിഫൈ ഇറ്റ്.
So this activity takes the unstructured collection of requirements, groups related requirements and organize them into coherent clusters. അപ്പോൾ എന്താണ് നമ്മളിങ്ങനെ കുറേ കളക്ട് ചെയ്ത റിക്വയർമെൻറ്റ് ഉണ്ടല്ലോ അല്ലേ, അൺസ്ട്രക്ചേർഡ് എന്ന് പറയാൻ കാരണം വെച്ചാൽ നമുക്കതിന് പല സ്ഥലത്തും പല റിക്വയർമെൻറ്റ് ഇങ്ങനെ കളക്ട് ചെയ്ത് വെച്ചാൽ അപ്പോൾ അതിനെ ഓർഗനൈസ് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രക്ചേർഡ് ആവുള്ളൂ അല്ലേ. അപ്പോൾ അങ്ങനെ കളക്ട് ചെയ്തിട്ടുള്ള അൺസ്ട്രക്ചേർഡ് റിക്വയർമെൻറ്റ്സിനെ ഗ്രൂപ്പ് ചെയ്തിട്ട് അതിനെ കറക്റ്റ് ഓരോ ക്ലസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഓരോ ഗ്രൂപ്പ്സ് ആയിട്ട് ഓർഗനൈസ് ചെയ്യുക. അതാണ് സെക്കൻഡ് സ്റ്റേജിൽ നടക്കുന്നത്, റിക്വയർമെൻറ്റ് ക്ലാസിഫിക്കേഷൻ ആൻഡ് ഓർഗനൈസേഷൻ. നെക്സ്റ്റ് ഈസ് റിക്വയർമെൻറ്റ് പ്രയോറിറ്റൈസേഷൻ ആൻഡ് നെഗോസിയേഷൻ. ഇതിലെന്താ ചെയ്യണം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ കുറേ സ്റ്റേക്ക് ഹോൾഡേഴ്സ് കുറേ റിക്വയർമെൻറ്റ്സ് പറയും, അതൊക്കെ എന്താണ് പല റിക്വയർമെൻറ്റ്സും ഉണ്ടാവും, പലതിൽ കോൺഫ്ലിക്ട്സ് ഉണ്ടാവും അല്ലേ. അപ്പം ഇതൊക്കെ കളക്ട് ചെയ്തതിന് ശേഷം അതിനെന്ത് ചെയ്യുക, പ്രയോറിറ്റി അസൈൻ ചെയ്യുക. ഇതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം അതിന് പ്രയോറിറ്റി അസൈൻ ചെയ്യുക എന്നുള്ളതാണ് റിക്വയർമെൻറ്റ് പ്രയോറിറ്റൈസേഷന് കൊടുക്കുക. അപ്പം അത് നോക്കാം നമുക്ക് എങ്ങനെ വരുന്നത്. ആൻഡ് മൾട്ടിപ്പിൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആർ ഇൻവോൾവ്, റിക്വയർമെൻറ്റ്സ് വിൽ കോൺഫ്ലിക്റ്റ് അല്ലേ. ദിസ് ആക്ടിവിറ്റി ഈസ് കൺസേൺഡ് with prioritizing requirements and finding and resolving requirement conflicts through negotiation. അപ്പം ഇതിലെന്താ ചെയ്യുന്നത്, ഈ റിക്വയർമെൻറ്റ്സിനെ പ്രയോറിറ്റൈസ് ചെയ്യുക, അതുപോലെ തന്നെ കോൺഫ്ലിക്റ്റിംഗ് റിക്വയർമെൻറ്റ്സ് വരുമ്പം അവിടെ എന്ത് ചെയ്യുക, നെഗോഷിയേറ്റ് ചെയ്യുക. ഓക്കെ. ആൻഡ് ഫൈനലി ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഇസ് ദി റിക്വയർമെൻറ്റ് ഡോക്യുമെൻറ്റേഷൻ. ഇപ്പോൾ നമ്മളെല്ലാം കഴിഞ്ഞു, റിക്വയർമെൻറ്റ്സ് എല്ലാം നമുക്ക് കറക്റ്റ് ഓർഡറിൽ കിട്ടി, പ്രയോറിറ്റൈസ് ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞു അല്ലേ. നെക്സ്റ്റ് നമ്മൾ അതിനെ ഡോക്യുമെൻ്റ് ആക്കി മാറ്റണം. ദ റിക്വയർമെൻറ്റ്സ് ആർ ഡോക്യുമെൻറ്റഡ് ആൻഡ് ഇൻപുട്ട് ഇൻ ടു ദി നെക്സ്റ്റ് റൗണ്ട് ഓഫ് ദി സ്പൈറൽ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്താണ്, ഇതിനെ ഡോക്യുമെൻ്റ് ആക്കി അടുത്ത സ്റ്റേജിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. An early draft of the software requirement document may be produced in this stage, or the requirement may simply be maintained informally on whiteboards, wikis or other shared spaces. അപ്പോൾ നോർമലി എന്താ ഉണ്ടാവുക, ചില കേസുകൾ SRS ആണ് ഉണ്ടാക്കുക, സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ എന്ന് പറയും. അതിനാണ് പറഞ്ഞ വേറെ പേരാണ് സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ് ഡോക്യുമെൻറ്റേഷൻ എന്നും പറയും കേട്ടോ. SRS ഓർ SRD എന്ന് പറഞ്ഞാൽ ഡോക്യുമെൻറ്റേഷൻ എന്നും പറയും, സ്പെസിഫിക്കേഷൻ എന്നും പറയും. പക്ഷേ നോർമലി നമ്മൾ SRS തന്നെയാണ് പറയുക. അപ്പോൾ ഒന്നെങ്കിൽ നമ്മൾ SRS ആക്കി മാറ്റും, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു പ്ലേസിൽ ആ കിട്ടിയിട്ടുള്ള സംഭവത്തിന് നമ്മൾ ഡോക്യുമെൻ്റ് ആക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ റിക്വയർമെൻറ്റ് എലിസിറ്റേഷനിൽ നടക്കുന്ന 4 ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം നമ്മൾ ആക്ടിവിറ്റീസ് എല്ലാം കണ്ടു അല്ലേ. ദെൻ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞു ഡോക്യുമെൻറ്റേഷൻ ഉണ്ടാക്കുന്നു അല്ലേ. സോ നോക്കാം ഡോക്യുമെൻറ്റേഷൻ എങ്ങനെ ഉണ്ടാക്കാൻ ജസ്റ്റ് ഇവിടെ പറയുന്നുണ്ട്. അറ്റ് ദ റിക്വയർമെൻറ്റ് ഡോക്യുമെൻറ്റേഷൻ സ്റ്റേജ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു യൂസ് സിമ്പിൾ ലാംഗ്വേജ് ആൻഡ് ഡയഗ്രാംസ് ടു ഡിസ്ക്രൈബ് ദി റിക്വയർമെൻറ്റ്സ്. നോർമലി ഒരു SRS ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ഡോക്യുമെൻറ്റേഷൻ ചെയ്യുമ്പം എന്താണ്, സിമ്പിൾ ലാംഗ്വേജസ് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ നോർമൽ ലാംഗ്വേജസ് ഇംഗ്ലീഷ് ലാംഗ്വേജ് വെച്ചിട്ടാണ് ഈ ഡോക്യുമെൻറ്റേഷൻ ഉണ്ടാക്കുക. അതുപോലെ തന്നെ ഡയഗ്രാംസും ഇങ്ങനെയുള്ള ലാംഗ്വേജസൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ഡോക്യുമെൻ്റ് ഉണ്ടാക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആർക്ക് മനസ്സിലാവണം, സ്റ്റേക്ക് ഹോൾഡേഴ്സിന് വായിച്ചാൽ മനസ്സിലാവണം അല്ലേ. അപ്പം അല്ലാണ്ട് നമ്മൾ ഈ പ്രോഗ്രാം ലെവലിലോ അങ്ങനത്തെ ഇതിലൊന്നും എഴുതിയിട്ട് കാര്യമില്ല. സിമ്പിൾ നാച്ചുറൽ ലാംഗ്വേജും ഡയഗ്രാംസൊക്കെ വെച്ചിട്ടാണ് നോർമലി നമ്മൾ ഇത് ഡോക്യുമെൻ്റ് ചെയ്യുക. ആൻഡ് ദിസ് മേക്സ് ഇറ്റ് പോസിബിൾ ഫോർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് കമൻറ്റ് ഓൺ ദീസ് റിക്വയർമെൻറ്റ്. ശരിയല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ഇത് വായിക്കുമ്പോൾ എന്താ, സ്റ്റേക്ക് ഹോൾഡേഴ്സൊക്കെ പെട്ടെന്ന് തന്നെ അത് വായിച്ച് മനസ്സിലാക്കിയിട്ട് എന്തൊക്കെയാണ് വേണ്ടാത്തെന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ടു മേക്ക് ഇൻഫർമേഷൻ ഷെയറിങ് ഈസിയർ ഇറ്റ് ഈസ് ബെസ്റ്റ് ടു യൂസ് എ ഷെയർ ഡോക്യുമെൻറ്റ് ലൈക്ക് ഗൂഗിൾ ഡോക്സ്, Office 365 or a wiki that is accessible to all interested stakeholders. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഡോക്യുമെൻറ്റ്സ് നോർമലി ഇങ്ങനെയുള്ള ഷെയർ ഡോക്യുമെൻ്റ് വഴിയാണ് ചെയ്യുക, സോ ദാറ്റ് എല്ലാവർക്കും അത് ആക്സസിബിൾ ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ റിക്വയർമെൻറ്റ് എലിസിറ്റേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ റിക്വയർമെൻറ്റ് എലിസിറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് 2 ടെക്നിക്സ് ആണുള്ളത്. അതെന്താണെന്ന് നോക്കാം. So next is the requirement elicitation techniques. Okay. Requirement elicitation involves meeting with stakeholders of different kinds of
different kinds to discover information about the proposed system. നേരത്തെ പറഞ്ഞ സെയിം കാര്യം തന്നെ കേട്ടോ. നമ്മൾ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ മീറ്റ് ചെയ്തിട്ട് അവരുടെ അടുത്ത് നിന്ന് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്, റിക്വയർമെൻറ്റ് എലിസിറ്റേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഫോർ ദിസ് യു നീഡ് ടു സ്പെൻഡ് വേണ്ടത് പറയുന്നു അല്ലേ, you need to spend time understanding how people work, what they produce, how they use other systems, and how they may need to change to accommodate a new system. അപ്പോൾ നമ്മൾ ഈ ഒരു ടൈമിൽ എന്താ ചെയ്യുന്നത്, ഈ റിക്വയർമെൻറ്റ് എൻജിനീയേഴ്സ് അവരെക്കുറിച്ച് പഠിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. ആക്ച്വലി അവരെ വർക്ക് എങ്ങനത്തെ വർക്കാണ്, എന്താണ് അവരെ വർക്ക് പ്രൊഡ്യൂസ്, അവരുടെ പ്രോഡക്റ്റ് എന്താണ്, പിന്നെ എങ്ങനെയാണ് അവർ ആ സിസ്റ്റംസൊക്കെ അവിടെയുള്ള സിസ്റ്റംസൊക്കെ യൂസ് ചെയ്യുന്നത്, പിന്നെ എങ്ങനെയാണ് ഇവർ ചേഞ്ച് ആക്സെപ്റ്റ് ചെയ്യുക, എങ്ങനെയൊക്കെ അവരുടെ ചേഞ്ചസ് വരുത്താൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുകയാണ് ഈ ഒരു സ്റ്റേജിൽ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദർ ആർ 2 ഫണ്ടമെൻ്റൽ അപ്രോച്ചസ് ടു റിക്വയർമെൻറ്റ്സ് എലിസിറ്റേഷൻ. ഈ റിക്വയർമെൻറ്റ് എലിസിറ്റേഷൻ നടത്താൻ 2 അപ്രോച്ചസ് ആണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അതിലൊന്നാണ് ഇൻ്റർവ്യൂയിങ്. ഇൻ്റർവ്യൂ ചെയ്തിട്ട് എന്താ ചെയ്യുന്നത്, ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിൽ നിന്നുള്ള ഡാറ്റ കളക്ട് ചെയ്യുക. ഓക്കെ, ആൻഡ് രണ്ടാമത് പറയുന്ന ഒരു ടെക്നിക്കാണ് ഒബ്സർവേഷൻ അല്ലെങ്കിൽ എത്നോഗ്രാഫി എന്ന് പറയും. ഓക്കെ, ഒബ്സർവേഷൻ ഓർ ഇത് കണ്ട് മനസ്സിലാക്കിയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പം അങ്ങനെ 2 ടെക്നിക്സ് ആണുള്ളത്. നമുക്ക് ഓരോന്ന് നോക്കാം. സോ ഇൻ്റർവ്യൂയിങ് എന്ന് പറഞ്ഞാൽ യു ടോക്ക് ടു പീപ്പിൾ അബൌട്ട് വാട്ട് ദേ ഡു. നമ്മൾ അവരോട് സംസാരിച്ച് അവരോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അവരുടെ അടുത്ത് ഡാറ്റ കളക്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുക, ഇൻ്റർവ്യൂയിങ് എന്ന് പറയുക. ആൻഡ് ഒബ്സർവേഷൻ ഓർ എത്നോഗ്രാഫി എന്ന് പറഞ്ഞാൽ യു വാച്ച് പീപ്പിൾ ഡൂയിങ് ദെയർ ജോബ് ടു സീ വാട്ട് ആർട്ടിഫാക്ട്സ് ദേ യൂസ്, ഹൗ ദേ യൂസ് ദം ആൻഡ് സോ ഓൺ. മറ്റേ നമ്മൾ ഒബ്സർവ് ചെയ്യുക, അവരോട് ചോദിച്ച് മനസ്സിലാക്കുകയൊന്നുമല്ല, വി ആർ ജസ്റ്റ് ഒബ്സർവിങ് ദം അല്ലേ. അവരെ ആക്ടിവിറ്റീസൊക്കെ പോയിട്ട് അല്ലെങ്കിൽ അവരെ വർക്ക് പ്ലേസ് പോയിട്ട് അവരെ ആക്ടിവിറ്റീസ് എങ്ങനെയാണ്, എന്തൊക്കെയാണ് എന്നുള്ളത് കണ്ട് മനസ്സിലാക്കുന്ന ആ ഒരു രീതിക്കാണ് നമ്മൾ എന്ത് പറയുക, ഒബ്സർവേഷൻ ഓർ എത്നോഗ്രാഫി എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് നോർമലി എന്താ ചെയ്യുന്നത് വെച്ചാൽ വി ഹാവ് ടു യൂസ് എ മിക്സ് ഓഫ് ഇൻ്റർവ്യൂയിങ് ആൻഡ് ഒബ്സർവേഷൻ ടു കളക്ട് ഇൻഫർമേഷൻ and from that you derive the requirement which are then the basis for further discussion. അപ്പോൾ നോർമലി ചെയ്യുമ്പോൾ വെറും ഇൻ്റർവ്യൂയോ അല്ലെങ്കിൽ വെറും ഒബ്സർവേഷൻ ആയിട്ടല്ല ചെയ്യുക. നോർമലി അതിൻ്റെ രണ്ടിൻ്റെയും ഒരു മിക്സിംഗ് ആയിട്ട് ഇൻ്റർവ്യൂ നടത്തേണ്ടടുത്ത് ഇൻ്റർവ്യൂ നടത്തും, ഒബ്സർവ് ചെയ്യേണ്ടടുത്ത് ഒബ്സർവ് ചെയ്യുക, അങ്ങനെ രണ്ടിൻ്റെയും കൂടി ഒരു മിക്സ് ആയിട്ടാണ് ഈ ഡാറ്റ അല്ലെങ്കിൽ റിക്വയർമെൻറ്റ് കളക്ഷൻ നടത്തുക. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം, ഇൻ്റർവ്യൂ. നമ്മൾ പറഞ്ഞല്ലോ അല്ലേ, ഫസ്റ്റ് ടെക്നിക് ഫോർ റിക്വയർമെൻറ്റ് എലിസിറ്റേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇൻ്റർവ്യൂയിങ് ആണ് അല്ലേ. ഓക്കെ, ഫോർമൽ ഓർ ഇൻഫോർമൽ ഇൻ്റർവ്യൂസ് വിത്ത് സിസ്റ്റം സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആർ പാർട്ട് ഓഫ് മോസ്റ്റ് റിക്വയർമെൻറ്റ് എഞ്ചിനീയറിംഗ് പ്രോസസ്. അപ്പം നമ്മൾ നോർമലി 2 ടൈപ്പ് ഓഫ് ഇൻ്റർവ്യൂസ് ആണ് ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സായിട്ട് നടത്തുക. ഇറ്റ് ക്യാൻ ബി ഐദർ എ ഫോർമൽ ഇൻ്റർവ്യൂ ഓർ ഇറ്റ് ക്യാൻ ബി ആൻ ഇൻഫോർമൽ അല്ലേ. ഫോർമൽ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി കുറേ എന്താ പറയുക ക്വസ്റ്റ്യൻസൊക്കെ പ്രിപ്പയർ ചെയ്ത് അതിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് ഫോർമൽ ഇൻ്റർവ്യൂ. അല്ലാണ്ട് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുന്നത് നമ്മൾ ഇൻഫോർമൽ ഇൻ്റർവ്യൂസ് എന്ന് പറയും. ഓക്കെ, അപ്പം എല്ലാ റിക്വയർമെൻറ്റ് എഞ്ചിനീയറിംഗ് പ്രോസസ്സിനെയും ബേസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബോത്ത് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഇൻ്റർവ്യൂസ് അല്ലേ, ഫോർ കളക്ടിങ് ദി റിക്വയർമെൻറ്റ്. Okay, in these interviews, the requirement engineering team puts questions to stakeholders about the system that they currently use and the system to be developed. അപ്പോൾ ഇങ്ങനെ ഇൻ്റർവ്യൂ നടത്തുമ്പോൾ എന്താ ചെയ്യുന്നത്, അവർ എന്തിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസാണ് ചോദിക്കുക, ഓൾറെഡി നിങ്ങളുടെ സിസ്റ്റം എന്താണ്, അതെങ്ങനെയൊക്കെയാണ് വർക്കിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങളും ചോദിക്കും. നിങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന ന്യൂ സിസ്റ്റം എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനാണ് അവർ ഉദ്ദേശിക്കണേ, എന്തൊക്കെ ഫങ്ഷണാലിറ്റീസാണ് അവരതിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളും അവരുടെ അടുത്ത് നിന്ന് ചോദിച്ച് മനസ്സിലാക്കുകയാണ് ചെയ്യുക. ആൻഡ് റിക്വയർമെൻറ്റ്സ് ആർ ഡിറൈവ്ഡ് ഫ്രം ദി ആൻസേഴ്സ് ടു ദീസ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കിയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് അതിൽ കിട്ടുന്ന ആൻസറിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ റിക്വയർമെൻറ്റ്സ് ഒക്കെ ഡിറൈവ് ചെയ്യാം. ഓക്കെ, ആൻഡ് ഇൻ്റർവ്യൂസ് മേ ബി ഓഫ് 2 types, 2 ടൈപ്പ് ഓഫ് ഇൻ്റർവ്യൂസ് ആണ് ഉണ്ടാവുക. അതിൽ വരുന്നതാണ് ക്ലോസ്ഡ് ഇൻ്റർവ്യൂസ് ആൻഡ് ഓപ്പൺ ഇൻ്റർവ്യൂസ്. ഓക്കെ, ക്ലോസ്ഡ് ഇൻ്റർവ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ കുറേ പ്രീ ഡിഫൈൻഡ് ക്വസ്റ്റ്യൻസ് ഇവരാദ്യം പ്രിപ്പയർ ചെയ്ത് വെക്കുക. അപ്പോൾ അത് മാത്രമേ ചോദിക്കുള്ളൂ, അതിനുള്ള ആൻസേഴ്സ് മാത്രമേ അവർ കൊടുക്കേണ്ടതുള്ളൂ. അതിനാണ് നമ്മൾ ക്ലോസ്ഡ് ഇൻ്റർവ്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ,
നോക്കാം. ക്ലോസ്ഡ് ഇൻ്റർവ്യൂസ് എന്ന് പറയാം വേർ ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻസേഴ്സ് എ പ്രീ ഡിഫൈൻഡ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ റിക്വയർമെൻറ്റ് എഞ്ചിനീയറിംഗ് ടീം കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആൻഡ് അതിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, ക്ലോസ്ഡ് ഇൻ്റർവ്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ക്ലോസ്ഡ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ പ്രീ ഡിഫൈൻഡ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ട് സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ അടുത്ത് ചോദിക്കുന്നതിന് ക്ലോസ്ഡ് ഇൻ്റർവ്യൂസ്. രണ്ടാമത് വരുന്നതാണ് ഓപ്പൺ ഇൻ്റർവ്യൂസ്. ഓപ്പൺ ഇൻ്റർവ്യൂസ് എന്ന് പറഞ്ഞാൽ അതിനൊരു പെർട്ടിക്കുലർ അജണ്ട ഒന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു പ്രീ ഡിഫൈൻഡ് അജണ്ടയോ അല്ലെങ്കിൽ പ്രീ ഡിഫൈൻഡ് ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവില്ല. അതല്ലാണ്ട് അവരോട് ചോദിച്ച് മനസ്സിലാക്കണം ആ ഒരു ടൈപ്പാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓപ്പൺ ഇൻ്റർവ്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ in open interviews, the requirement engineering team explores a range of issues with system stakeholders and hence develops a better understanding of their needs. അപ്പോൾ ഇങ്ങനെ അജണ്ടയും ഒരു പ്രീഡിഫൈൻഡ് ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലാണ്ട് ജസ്റ്റ് അവരോട് സംസാരിച്ചിട്ട് അവരെടുത്ത് ഡാറ്റ കളക്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് എന്ത്, ഓപ്പൺ ഇൻ്റർവ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ രണ്ട് ടൈപ്പ് ഓഫ് ഇൻ്റർവ്യൂസ് ആണുള്ളത്, ക്ലോസ്ഡ് ആൻഡ് ഓപ്പൺ ഇൻ്റർവ്യൂസ്. ഓക്കെ, and in practice interviews with stakeholders are normally a mixture of both of these. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും എന്താണ്, നമ്മൾ ഒരു ടൈപ്പ് ഓഫ് ഇൻ്റർവ്യൂ മാത്രമല്ല ഫോക്കസ് ചെയ്യുന്നത്, നമ്മൾ നോർമലി രണ്ട് ടൈപ്പ് ഓഫ് ഇൻ്റർവ്യൂവും, അതായത് ക്ലോസ്ഡ് ഇൻ്റർവ്യൂവും അതുപോലെ ഓപ്പൺ ഇൻ്റർവ്യൂ രണ്ടും നടത്തിയിട്ടാണ് ഇവരുടെ അടുത്തു നിന്നുള്ള ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യുന്നത്, സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ അടുത്ത് നിന്ന്. ഓക്കെ, and interviews are good for getting an overall understanding of what stakeholders do, how they might interact with the new system and the difficulties that they face with the current system. അപ്പോൾ ഈ ഇൻ്റർവ്യൂ നടത്താൻ നമ്മൾക്കറിയില്ല, നമ്മൾ കണ്ട് മനസ്സിലാക്കുന്നതിനേക്കാളും ഒരാളോട് ചോദിച്ച കാര്യങ്ങൾ അറിയുമ്പോൾ എന്താണ് അവരെ പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നും അവരെ കാര്യങ്ങൾ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെ വേണമെന്നും കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതേപോലെ നമ്മൾ ഇൻ്റർവ്യൂ നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ ഓവറോൾ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്, എങ്ങനെയായിരിക്കും അവർ പുതിയ സിസ്റ്റമായിട്ട് ഇൻട്രാക്ട് ചെയ്യുക, അവർ എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിൽ എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ട് ആൻഡ് വാട്ട് ദേ എക്സ്പെക്ട് ഫ്രം ദി ന്യൂ സിസ്റ്റം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബെറ്റർ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും ഇപ്പം നമ്മൾ ഇൻ്റർവ്യൂ ആണ് നടത്തുന്നതെങ്കിൽ. ആൻഡ് പീപ്പിൾ ലൈക്ക് ടോക്കിംഗ് അബൌട്ട് ദെയർ വർക്ക് ആൻഡ് സോ ദേ ആർ യൂഷ്വലി ഹാപ്പി ടു ഗെറ്റ് ഇൻവോൾവ് ഇൻ ഇൻ്റർവ്യൂസ്. ശരിയല്ലേ? അപ്പോൾ നോർമലി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ആരെങ്കിലുമൊക്കെ ചോദിച്ച് മനസ്സിലാക്കുമ്പോൾ അങ്ങനെ ഉള്ളത് ആൾക്കാർക്ക് കുറച്ച് ഒരു ഇഷ്ടമുള്ള കാര്യമാണ് അല്ലേ. നമുക്കിപ്പോൾ റിട്ടേൺ ആയിട്ടൊരു സാധനം കൊടുക്കുന്നതിനേക്കാളും ചോദിച്ച് ആൻസർ ചെയ്യുന്നതാണ് ആൾക്കാർ കുറച്ചും കൂടി പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, however, unless you have a system prototype to demonstrate, you should not expect stakeholders to suggest specific and detailed requirement. അപ്പോൾ ഇതിൽ അത്ര ഡീറ്റെയിൽ ആയിട്ടുള്ള റിക്വയർമെൻറ്റ്സും കാര്യങ്ങളൊന്നും ആയിരിക്കില്ല അവർ പറയേണ്ടാവുക, കാരണം നമ്മൾ ഒരു പ്രോട്ടോടൈപ്പും കാര്യങ്ങളൊന്നും വെച്ചിട്ടല്ലോ, ഇനീഷ്യൽ ഡാറ്റ കളക്ഷൻ അല്ലേ. അപ്പോൾ അല്ലാണ്ടുള്ള ഒരു ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് അവരുടെ അടുത്ത് ഇപ്പം എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുക. ഓക്കെ, ഇപ്പം നമ്മൾ ഈ രണ്ട് ടൈപ്പ് ഓഫ് ഇൻ്റർവ്യൂസിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ ഇൻ്റർവ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് അത്ര എഫക്റ്റീവ് അല്ല എന്നാണ് പറയുന്നത്, ഒരു എഫക്റ്റീവ് ടെക്നിക്ക് അല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻ്റർവ്യൂ നടത്തുന്ന ആളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇരിക്കും. ബിക്കോസ് ചില ആൾക്കാർ എല്ലാ ഡീറ്റെയിൽസും അവിടെ പറയണമെന്നില്ല, എല്ലാ ഡീറ്റെയിൽസും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് ഈ എൻജിനീയർ അല്ലെങ്കിൽ നമ്മളെ ടീമിൻ്റെ അടുത്ത്, ഡെവലപ്മെൻറ്റ് ടീമിൻ്റെ അടുത്ത് അതൊന്നും പറയണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് അത്ര എഫക്റ്റീവാണെന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് അത് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പീപ്പിൾ. ഓപ്പണായിട്ട് പറയുന്നതാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, അതല്ലെങ്കിൽ അത്ര ഫുൾ ഡാറ്റാസ് ഈ എൻജിനീയറിംഗ് ടീമിന് അവരുടെ അടുത്ത് നിന്ന് കളക്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ഇൻ്റർവ്യൂസ് ആർ നോട്ട് ആൻ എഫക്റ്റീവ് ടെക്നിക് ഫോർ എലിസിറ്റിംഗ് നോളേജ് അബൌട്ട് ഓർഗനൈസേഷണൽ റിക്വയർമെൻറ്റ്സ് ആൻഡ് കൺസ്ട്രെയിൻസ് ബിക്കോസ് ദേ ആർ സബ്റ്റിൽ പവർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഡിഫറെൻറ്റ് പീപ്പിൾ ഇൻ ദ ഓർഗനൈസേഷൻ. അതെന്ന് പറഞ്ഞാൽ ഈ അവിടെയുള്ള ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും മെയിൻലി കേട്ടോ. Published organizational structures rarely match the reality of decision making in an organization, but interviews may not wish to reveal the actual rather than the തിയററ്റിക്കൽ സ്ട്രക്ചർ ടു എ സ്ട്രേഞ്ചർ. കാരണം ആഫ്റ്റർ ഓൾ ഈ റിക്വയർമെൻറ്റ്സ് കളക്ട് ചെയ്യുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ സ്ട്രേഞ്ചേഴ്സ്, വേറെ ആൾക്കാരല്ലേ അല്ലേ, ബിസിനസ്സിൻ്റെ ഉള്ളിലുള്ള ആളല്ല, പുറമേ ഉള്ള ഒരാളാണ്. അപ്പോൾ ആ പുറമേ ഉള്ള ആൾക്കാരെ അടുത്ത് ബിസിനസ്സിൻ്റെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും അവർ അവിടെ എൻക്ലോസ് ചെയ്യണമെന്നില്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളും പറയണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് അത് അത്ര എഫക്റ്റീവ് ആവണമെന്നില്ല എന്ന്. ഓക്കെ,
ആൻഡ് ടു ബി ആൻ എഫക്റ്റീവ് ഇൻ്റർവ്യൂവർ യു ഷുഡ് ബെയർ 2 things ഇൻ മൈൻഡ്. എന്തൊക്കെയാണ് വേണ്ടത്? നമ്മളൊരു അല്ലെങ്കിൽ ഈ ഒരു ടീമിലുള്ള ആൾ ഒരു എഫക്റ്റീവ് ഇൻ്റർവ്യൂവർ ആണെങ്കിൽ 2 കാര്യങ്ങളാണ് നോക്കേണ്ടത്. യു ഷുഡ് ബി ഓപ്പൺ മൈൻഡഡ്, അവോയ്ഡ് പ്രീ കൺസീവ്ഡ് ഐഡിയാസ് അബൌട്ട് ദ റിക്വയർമെൻറ്റ്സ് ആൻഡ് വില്ലിംഗ് ടു ലിസൺ ടു സ്റ്റേക്ക് ഹോൾഡേഴ്സ്. നമ്മൾ ഓപ്പൺ മൈൻഡഡ് ആയിരിക്കണം. നമുക്ക് കുറേ പ്രീ ഡിഫൈൻഡ്, അതായത് നമ്മളിപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ സാധനം ചെയ്യാൻ പോവാം, അപ്പം നമ്മൾ ആദ്യം തന്നെ നമുക്കത് അത് അങ്ങനെ ഒരു റിക്വയർമെൻറ്റ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് റിക്വയർമെൻറ്റ്, അങ്ങനെ ഒരു പ്രീ ഡിഫൈൻഡ് റിക്വയർമെൻറ്റ് നമ്മളായിട്ട് ഉണ്ടാക്കരുത്. വി ഹാവ് ടു കളക്ട് ഈച്ച് ആൻഡ് എവറി റിക്വയർമെൻറ്റ് ഫ്രം ദി സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അവരുടെ തന്നെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് കളക്ട് ചെയ്തെടുക്കണം. ആൻഡ് അങ്ങനെ പോണ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ദേ മസ്റ്റ് ബി എ പേഴ്സൺ വില്ലിംഗ് ടു ലിസൺ ടു ദി സ്റ്റേക്ക് ഹോൾഡേഴ്സ്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് പറയുന്ന ഈച്ച് ആൻഡ് എവറി കാര്യങ്ങൾ കേൾക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള, കേൾക്കാൻ വില്ലിംഗ് ആയിട്ടുള്ള ആണെങ്കിൽ മാത്രമേ നമുക്ക് അവരുടെ നിന്ന് കറക്റ്റായിട്ടുള്ള ഡാറ്റാസ് കിട്ടുള്ളൂ. ഓക്കെ. ആൻഡ് സെക്കൻഡ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സെക്കൻഡ് ഒരു എഫക്റ്റീവ് ഇൻ്റർവ്യൂവർ ആണെങ്കിൽ സെക്കൻഡ് കാര്യം എന്ന് പറഞ്ഞാൽ യു ഷുഡ് പ്രോംപ്റ്റ് ദ ഇൻ്റർവ്യൂ ടു ഗെറ്റ് ഡിസ്കഷൻ ഗോയിങ് ബൈ യൂസിങ് എ സ്പ്രിംഗ് ബോർഡ് ക്വസ്റ്റ്യൻസ് ഓർ എ റിക്വയർമെൻറ്റ് പ്രപ്പോസൽ ഓർ ബൈ വർക്കിംഗ് ടുഗെദർ ഓൺ എ പ്രോട്ടോടൈപ്പിംഗ് സിസ്റ്റം. അപ്പോൾ നമ്മൾ ഈ ഇൻ്റർവ്യൂ ആയിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ആ റിക്വയർമെൻറ്റ് പ്രപ്പോസലോ അല്ലെങ്കിൽ ഒരു പ്രോട്ടോടൈപ്പ് സിസ്റ്റമൊക്കെ വെച്ചിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ. അപ്പോൾ അതിൻ്റെ ഒരു മോഡലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ഇൻ്റർവ്യൂ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി അത് എഫക്റ്റീവായിട്ട് ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻ്റർവ്യൂയിങ് എന്ന് പറഞ്ഞ ടെക്നിക്ക്. ക്ലിയർ? ഓക്കെ. രണ്ടാമത് ഞാൻ പറഞ്ഞൊരു ടെക്നിക്ക് അത്ര മതി തോന്നുന്നു. രണ്ടാമത് ഞാൻ പറഞ്ഞ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ എത്നോഗ്രാഫി അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു ഒബ്സർവേഷൻ അല്ലേ. നമ്മൾ രണ്ടാമത് ഡാറ്റ കളക്ട് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് എത്നോഗ്രാഫി. Okay. Software systems do not exist in isolation. They are used in a social and organizational environment, and software system requirements may be generated or constrained by that environment. അല്ലേ? ഏതൊരു സോഫ്റ്റ്വെയർ സിസ്റ്റവും എന്താണ്, നമ്മുടെ ഏതെങ്കിലും ഒരു എൻവയറമെൻറ്റിൽ റൺ ചെയ്യുന്ന സാധനമായിരിക്കും. ഏതെങ്കിലും ഒരു സോഷ്യൽ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ എൻവയറമെൻറ്റിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അവിടെ റൺ ചെയ്യുന്ന ഒരു സാധനമാണ് എന്ത്, സോഫ്റ്റ്വെയർ സിസ്റ്റം എന്ന് പറയുന്നത് അല്ലേ. സോറി. Okay, so one reason why many software systems are delivered but never used is that their requirements do not take proper account of how social and organizational factors affect the practical operation of the system. അപ്പോൾ ചില സോഫ്റ്റ്വെയർസ് ഒക്കെ ഉണ്ടാവും, വലിയ സംഭവമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ അത് യൂസ് ചെയ്യാണ്ട് അവിടെ കിടക്കുന്നുണ്ടാവും. കാരണം എന്താണ്, അത് ആ ഒരു എൻവയറമെൻറ്റിൽ കറക്റ്റായിട്ട് സ്യൂട്ട് ആവണമെന്നില്ല. അപ്പം ഏതൊരു എൻവയറമെൻറ്റിലേക്കാണോ ഈ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നത്, ആ ഒരു എൻവയറമെൻറ്റിനെ കുറിച്ച് പഠിക്കുക വേണം. അത് എന്താണ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വേണം ഒരു സോഫ്റ്റ്വെയർ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതർവൈസ് അതെന്തായിരിക്കും, അതൊരു യൂസ്ലെസ് ആയിട്ട് അവിടെ അല്ലെങ്കിൽ അൺയൂസ്ഡ് ആയിട്ട് അവിടെ കിടക്കും. Okay, and it is therefore very important that during the requirement engineering process you try to understand the social and organizational issues that affect the use of the system. അപ്പോൾ നമ്മളൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കുമ്പോൾ ആ സോഫ്റ്റ്വെയർ എങ്ങനെയൊക്കെ എഫക്റ്റ് ചെയ്യാം, അതായത് അല്ലെങ്കിൽ അങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും സോഷ്യൽ അല്ലെങ്കിൽ ഓർഗനൈസേഷണൽ ഇഷ്യൂസ് ഉണ്ടാവുമോ, എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവുമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫസ്റ്റ് മനസ്സിലാക്കണം. എന്നിട്ട് വേണം അതിന് അക്കോർഡിംഗ് ആയിട്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രോബ്ലംസും കാര്യങ്ങളും ഇഷ്യൂസൊന്നും ഇല്ലാത്ത തരത്തിലുള്ള സോഫ്റ്റ്വെയർസ് വേണം എന്ത് ചെയ്യാൻ, ഡെവലപ്പ് ചെയ്യാൻ അല്ലേ. അല്ലെങ്കിൽ അത് അൺയൂസ്ഡ് ആയിട്ട് അവിടെ കിടക്കുകയേ ചെയ്യുള്ളൂ. And ethnography is an observational technique that can be used to understand operational process and help derive requirements for software to support these process. അപ്പോൾ ethnography എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തൊക്കെയാണ് അവിടെ നടക്കുന്ന ഓപ്പറേഷൻസ് അല്ലേ, അങ്ങനെയുള്ള അതായത് ഈ റിക്വയർമെൻറ്റ്സിന് ഐ മീൻ സോഫ്റ്റ്വെയർ ഇതാക്കുന്ന ഓപ്പറേഷൻസ് എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് അവർക്ക് വേണ്ടത്, എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ആണെന്നൊക്കെ ഉള്ളത് ഒബ്സർവ് ചെയ്ത് കണ്ടുപിടിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, എത്നോഗ്രാഫി എന്ന് പറയുന്നത്. ഒരു ഒബ്സർവേഷണൽ ടെക്നിക്കാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ എന്താ ഇതിൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു ടീം എന്താ ചെയ്യുക, ഒരു ഓർഗനൈസേഷൻ, ഇപ്പോൾ ഒരു ഓർഗനൈസേഷന് വേണ്ടിയിട്ട് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ആ ഓർഗനൈസേഷനിലുള്ള ഡേ ടു ഡേ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് പോയിട്ട് ഒബ്സർവ് ചെയ്തിട്ട് അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഐഡൻറ്റിഫൈ ചെയ്യുകയാണ് ആദ്യം ചെയ്യുന്നത്.
So നോക്കാം, the day-to-day work is observed and notes are made of the actual task in which participants are involved. The value of ethnography is that it helps discover implicit system requirements that reflect the actual ways that people work rather than the formal process defined by the organization. അത് ഫോർമൽ ഇതിൽ ഇതാക്കുന്നതിന് പകരം അവിടെ ശരിക്ക് ആക്ച്വലി എങ്ങനെയാണ് അവിടെയുള്ള ആൾക്കാർ വർക്ക് ചെയ്യുന്നത്, എന്തൊക്കെയാണ് അവിടെയുള്ള പ്രോസസ്സുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡയറക്റ്റ്ലി പോയിട്ട് ഒബ്സർവ് ചെയ്ത് കണ്ടുപിടിക്കുന്ന ആ ഒരു ടെക്നിക്കാണ് എത്നോഗ്രാഫി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പറയുന്നത് അത് കുറച്ചും കൂടി എഫക്റ്റീവ് ആയിരിക്കും. കാരണം എന്താണ്, ജസ്റ്റ് ഒരു ഡോക്യുമെൻറ്റിനെ ബേസ് ചെയ്തിട്ടല്ല നമ്മൾ റിക്വയർമെൻറ്റ് അവിടെ കളക്ട് ചെയ്യുന്നത് അല്ലേ. എന്താണ്, നമ്മൾ നേരിട്ട് ഈ റിക്വയർമെൻറ്റ് ടീം അവിടെ പോയിട്ട് അവിടെയുള്ള കാര്യങ്ങളൊക്കെ വാച്ച് ചെയ്തിട്ടാണ് നമ്മൾ അവിടെ നിന്ന് റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുന്നത്. സോ അത് കുറച്ചും കൂടി എഫക്റ്റീവ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ. Okay, then ethnography is particularly effective for discovering two types of requirements. നമ്മൾ എത്നോഗ്രാഫി എങ്ങനെയുള്ള റിക്വയർമെൻറ്റ്സ് കിട്ടാനാണ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളത് നോക്കാം. റിക്വയർമെൻറ്റ്സ് ഡിറൈവ്ഡ് ഫ്രം ദ വേ ഇൻ വിച്ച് പീപ്പിൾ ആക്ച്വലി വർക്ക് റാദർ ദാൻ ദ വേ ഇൻ വിച്ച് ബിസിനസ് പ്രോസസ് ഡെഫിനിഷൻ സേ ദേ ഓട്ട് ടു വർക്ക്. അതായത് ബിസിനസ് പ്രോസസ് ഡെഫിനിഷനിലുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാവും അല്ലേ, അവരിങ്ങനെ ചെയ്യണം, ഈ ഒരു ടീം ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെയുള്ള അല്ലേ, അങ്ങനെ കുറേ ഡിഫൈൻഡ് ആയിട്ടുള്ള കുറേ സാധനം ഉണ്ടാവും. പക്ഷേ ആ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഇത് വെച്ചിട്ടാവണം എന്നില്ല ആക്ച്വലി ആ ഒരു ഓർഗനൈസേഷനിൽ നടക്കുന്നത് അല്ലേ. റിട്ടേൺ ആയിട്ടുള്ള ആ ഡോക്യുമെൻ്റ് പ്രകാരം തന്നെ ആവണം എന്നില്ല അവിടുത്തെ ആക്ച്വൽ വർക്ക്. അപ്പം നമ്മളിപ്പോൾ എന്താണ്, മറ്റേത് പറഞ്ഞാൽ ഡോക്യുമെൻ്റ് വെച്ച് ഉണ്ടാക്കുന്നതിനേക്കാളും ആക്ച്വലി അവിടെ നടക്കുന്ന പ്രോസസ്സ് എന്താണ്, അവിടെ നടക്കുന്ന ആക്ടിവിറ്റീസ് എന്താണ് എന്നുള്ളത് കണ്ടറിഞ്ഞിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിൻ്റെ ഒരു ഇത് പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, എയർ ട്രാഫിക് കൺട്രോളേഴ്സ് മേ സ്വിച്ച് ഓഫ് എ കോൺഫ്ലിക്റ്റ് അലേർട്ട് സിസ്റ്റം ദാറ്റ് ഡിറ്റക്ട്സ് എയർക്രാഫ്റ്റ് വിത്ത് ഇൻ്റർസെക്റ്റിംഗ് ഫ്ലൈറ്റ് പാത്സ് ഈവൻ ദോ നോർമൽ കൺട്രോൾ പ്രൊസീജിയേഴ്സ് സ്പെസിഫൈ ദാറ്റ് ഇറ്റ് ഷുഡ് ബി യൂസ്ഡ്. അപ്പോൾ അത് ഒരു എയർ ട്രാഫിക് കൺട്രോളർ എന്താ ചെയ്യുന്നത്, ഇപ്പം എന്താക്കും, കോൺഫ്ലിക്റ്റ് അലേർട്ട് സ്വിച്ച് ഓഫ് ചെയ്യും അല്ലേ. ദേ മേ സ്വിച്ച് ഓഫ് എ കോൺഫ്ലിക്റ്റ് അലേർട്ട് സിസ്റ്റം ദാറ്റ് ഡിറ്റക്ട്സ് എയർക്രാഫ്റ്റ് വിത്ത് ഇൻ്റർസെക്റ്റിംഗ് ഫ്ലൈറ്റ് പാത്ത്. അവർ ഇൻ്റർസെക്റ്റിംഗ് ഫ്ലൈറ്റ് പാത്ത്സ് കൂടെ വരുന്ന രണ്ട് എയർക്രാഫ്റ്റ് ആണെങ്കിൽ കൂടി അവരെന്ത് ചെയ്യും, ഈ കോൺഫ്ലിക്റ്റ് അലേർട്ട് ഓഫാക്കാൻ ചാൻസ് ഉണ്ട്. കാരണം അതെന്താണ്, അത് ഒരു പ്രശ്നമില്ലാണ്ട് എത്തുന്നുണ്ടെങ്കിൽ, ലാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെന്താ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു പ്രശ്നമില്ലാണ്ട് അത് പോകുന്നുണ്ടെങ്കിൽ അവർ വെറുതെ ആ അലാറം അടിക്കില്ല. പക്ഷേ നമ്മുടെ ആസ് പെർ ഡോക്യുമെൻ്റ് എന്തായിരിക്കും, ഇങ്ങനെ ഇൻ്റർസെക്റ്റിംഗ് പാത്തിലാണ് ഉള്ളതെങ്കിൽ അലാം അടിക്കണം എന്നാണ്. പക്ഷെ അതിൽ ഒറിജിനലി അങ്ങനെ ഉണ്ടാവണം എന്ന് ഇല്ല. ഓക്കെ. The conflict alert system is sensitive and issues audible warning even when planes are far apart. അതേപോലെ തന്നെ ഇതിലെന്താണ്, ഇപ്പോൾ അടുത്തുള്ള പ്ലെയിൻസ് അല്ല, ജസ്റ്റ് ഇൻ്റർസെക്റ്റിംഗ് ലൈൻസിലാണേ ഉള്ളൂ. ഭയങ്കര ദൂരമുള്ളതാണെങ്കിലും ചില കേസിൽ എന്താ ഉണ്ടാവുക, ഈ അലാം ഇങ്ങനെ അടിയാനുള്ള ചാൻസുകളൊക്കെ ഉണ്ട്. സോ കൺട്രോളർ മേ ഫൈൻഡ് ദീസ് ഡിസ്ട്രാക്റ്റിംഗ് ആൻഡ് പ്രിഫർ ടു യൂസ് അതർ സ്ട്രാറ്റജി ടു എൻഷുർ ദാറ്റ് പ്ലെയിൻസ് ആർ നോട്ട് ഓൺ കോൺഫ്ലിക്റ്റിംഗ് ഫ്ലൈറ്റ് പാത്ത്സ്. അപ്പോൾ ഇങ്ങനെയുള്ള അലാം അടിക്കുമ്പോൾ ഇവരെന്താ ചെയ്യുക, ഇവർ അങ്ങനെ അല്ലെങ്കിൽ തമ്മിലൊരു ക്രാഷോ അല്ലെങ്കിൽ ഇത് ഇല്ലാണ്ടിരിക്കാനുള്ള വേറെ എന്തെങ്കിലും ടെക്നിക്ക് ചെയ്യാം. ഓക്കെ. അപ്പം ഇത് പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നല്ല, ഡോക്യുമെൻറ്റേഷൻ വഴി ഒരു പ്രോസസ്സ് ഉണ്ടാവും, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ. പക്ഷേ അത് ആക്ച്വലി അങ്ങനെ തന്നെ ആവണമെന്നില്ല അല്ലേ. വേറെ എന്തെങ്കിലും ടെക്നിക്സ് ഉപയോഗിച്ചിട്ടായിരിക്കാം അവർ ലൈവ്ലി ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ ചെയ്യുന്ന ആക്ടിവിറ്റീസിൻ്റെ ഡോക്യുമെൻറ്റേഷനും അവിടെ ആക്ച്വൽ നടക്കുന്ന വർക്കും തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ ഒറിജിനൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് എന്ത് മനസ്സിലാവും, ഈ എത്നോഗ്രാഫി വഴി മനസ്സിലായിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ പറ്റും. അതാണ് ഒന്ന്. രണ്ടാമത്, റിക്വയർമെൻറ്റ്സ് ഡിറൈവ്ഡ് ഫ്രം കോപ്പറേഷൻ ആൻഡ് അവെയർനെസ് ഓഫ് അതർ പീപ്പിൾസ് ആക്ടിവിറ്റീസ്. അപ്പം ഇവിടെയുള്ള ആൾക്കാരുടെ ആക്ടിവിറ്റീസെന്നും അവർ ഒരു കോപ്പറേഷൻ, അവരൊരു ഇത് വെച്ചിട്ട് നമുക്ക് എന്താ റിക്വയർമെൻറ്റ്സ് ഒക്കെ ഡിറൈവ് ചെയ്യാൻ പറ്റും. അതായത് പീപ്പിൾസ് അത് കോപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ, അങ്ങനെയുള്ള റിക്വയർമെൻറ്റ്സ് ഒക്കെ പറഞ്ഞു തരാൻ, അവരുടെ ആക്ടിവിറ്റീസൊക്കെ പറഞ്ഞു തരാൻ അവർ കോപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഈ ടീമായിട്ട് കോപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ വഴി നമുക്ക് എന്ത് ചെയ്യാം, റിക്വയർമെൻറ്റ്സ് ഒക്കെ നേരിട്ട് ഡിറൈവ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇത് രണ്ടുമാണ് മെയിനായിട്ടൊരു റിക്വയർമെൻറ്റ് എലിസിറ്റേഷൻ ഡിസ്കവർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇത് എഫക്റ്റീവ് ആവാനുള്ള കുറച്ച് രണ്ട് റീസൺസ് എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ എത്നോഗ്രാഫി
എത്നോഗ്രാഫിയിൽ നടക്കുന്ന സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ജസ്റ്റ്. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് എത്നോഗ്രാഫിക് അനാലിസിസ്, നെക്സ്റ്റ് ഇസ് ഡീബ്രീഫിംഗ് മീറ്റിംഗ്സ്, ദെൻ ഫോക്കസ്ഡ് എത്നോഗ്രാഫി, പ്രോട്ടോടൈപ്പ് ഇവാലുവേഷൻ, സിസ്റ്റം പ്രോട്ടോടൈപ്പിംഗ് ആൻഡ് ജനറിക് സിസ്റ്റം ഡെവലപ്മെൻറ്റ്. ഈ ജസ്റ്റ് സ്റ്റെപ്സ് ഒന്ന് പഠിച്ചു വയ്ക്കുക. എത്നോഗ്രാഫീൻ്റെ സ്റ്റെപ്സാണ്. എത്നോഗ്രാഫിക് അനാലിസിസ് ഫസ്റ്റ് നടക്കും, പിന്നെ ഡീബ്രീഫിംഗ് നടക്കും. ഡീബ്രീഫിംഗ് എന്താ ചെയ്യുന്നത്, മീറ്റിംഗ് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഫോക്കസ്ഡ് എത്നോഗ്രാഫിയിലേക്ക് പോകും, കുറച്ചും കൂടി ഫോക്കസ് ചെയ്തിട്ടില്ല ഓരോ ഭാഗങ്ങളായിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ള എത്നോഗ്രാഫിയിൽ പോകും. അവിടുന്ന് ഐദർ ഇറ്റ് ഗോസ് ടു പ്രോട്ടോടൈപ്പ് ഇവാലുവേഷൻ അല്ലെങ്കിൽ സിസ്റ്റം പ്രോട്ടോടൈപ്പ് ഡെവലപ്പ് ചെയ്യാൻ പോകും. പിന്നെ എന്താണ് സിസ്റ്റം പ്രോട്ടോടൈപ്പിൽ നിന്ന് ചിലത് എന്താണ് പറഞ്ഞാൽ ഡീബ്രീഫിംഗ് മീറ്റിംഗ്സ് വീണ്ടും നടത്തും. അതിങ്ങനെ സൈക്കിളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും കേട്ടോ. അതുപോലെ ജനറിക് സിസ്റ്റം ഡെവലപ്മെൻറ്റ് അവിടുന്ന് വരുന്നതാണ് സിസ്റ്റം പ്രോട്ടോടൈപ്പ്. നമ്മൾ ഫൈനലി ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക. Okay, so ethnography is helpful to understand existing system, but this understanding does not always help with innovation. അപ്പോൾ എത്നോഗ്രാഫി മെയിനായിട്ട് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, എക്സിസ്റ്റിംഗ് സിസ്റ്റം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അല്ലാണ്ട് നമുക്ക് ഒരു പുതിയൊരു ഇന്നോവേറ്റീവ് ഐഡിയാസോ കാര്യങ്ങളൊന്നും മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്ഫുൾ അല്ല. അതല്ലാണ്ട് എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി മാത്രമേ നമുക്ക് എത്നോഗ്രാഫി ഹെൽപ്ഫുൾ ആവുള്ളൂ. ആൻഡ് ഇന്നോവേഷൻ ഇസ് പെർട്ടിക്കുലർലി റെലവൻറ്റ് ഫോർ ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് അല്ലേ. നമുക്ക് ഈ ഇപ്പോഴത്തെ ഒരു പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് കേസ് എടുക്കണമെങ്കിൽ അവിടെ നമുക്ക് എന്താ വേണ്ട, എപ്പോഴും ഇന്നോവേറ്റീവ് ഐഡിയാസ് അല്ലെങ്കിൽ ഇന്നോവേറ്റീവ് കാര്യങ്ങളാണ് അറിയേണ്ടത്, അല്ലാണ്ട് എക്സിസ്റ്റിംഗ് മാത്രം അറിഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, ആൻഡ് ethnographic studies can reveal critical process details that are often missed by other requirement elicitation technique. അപ്പോൾ നമ്മളല്ലാത്ത റിക്വയർമെൻറ്റ് കളക്ഷൻ അല്ലെങ്കിൽ റിക്വയർമെൻറ്റ് എലിസിറ്റേഷൻ ടെക്നിക്കിൽ മിസ്സായി പോയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് എത്നോഗ്രാഫി വെച്ചിട്ട് ഒബ്സർവ് ചെയ്തിട്ട് നമുക്കതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. അല്ലാണ്ട് മിസ്സായി പോയതൊക്കെ നമുക്ക് ഇത് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ എത്നോഗ്രാഫി എന്ന് പറയുന്നത്. ആൻഡ് എത്നോഗ്രാഫി ആൻഡ് ഇൻ്റർവ്യൂസാണ് നമ്മൾ എന്തിന് യൂസ് ചെയ്യുന്നത്, റിക്വയർമെൻറ്റ് എലിസിറ്റേഷന് യൂസ് ചെയ്യുന്ന രണ്ട് ടെക്നിക്സ് എന്ന് പറയുന്നത്. രണ്ടിലും അതിൻ്റേതായിട്ടുള്ള അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.